അസ്സലാമു അലൈക്കും. ഹൃദയത്താളിൽ പൊലിമ നിറയ്ക്കും സന്ദേശം, വിജ്ഞാനത്തിൻ നഗരിയൊരുങ്ങി സാദരം. ഹൃദയത്താളിൽ പൊലിമ നിറയ്ക്കും സന്ദേശം, വിജ്ഞാനത്തിൻ നഗരിയൊരുങ്ങി സാദരം. ഹൃദയത്താളിൽ പൊലിമ നിറയ്ക്കും സന്ദേശം, വിജ്ഞാനത്തിൻ നഗരിയൊരുങ്ങി സാദരം. ദാറുൽ ഉലൂം ദാഇറയുടെ തിരുമുറ്റത്തായി, ദാറുൽ ഉലൂം ദാഇറയുടെ തിരുമുറ്റത്തായി, ഹുഫാദിന് നിറഞ്ഞ സദസ്സ് അനുഗ്രഹമായി. ഹൃദയത്താളിൽ പൊലിമ നിറയ്ക്കും സന്ദേശം, വിജ്ഞാനത്തിൻ നഗരിയൊരുങ്ങി സാദരം. ഹൃദയത്താളിൽ പൊലിമ നിറയ്ക്കും സന്ദേശം, വിജ്ഞാനത്തിൻ നഗരിയൊരുങ്ങി സാദരം. നിറഞ്ഞ ഖൽബിൽ ഹാർദവമായി മർഹബ പാടാം, ഹാഫിളാം ശൈഖൂനയും കൗസരി ഉസ്താദും, ഉസ്താദാം വിയച്ചും മൂസാ മൗലവിയും, ശൈഖുന അബ്ദുൽ ഖാദിർ ഉസ്താദോരിലും, ഖാസിമി ഉസ്താദിലും, പി കെ അവർകളിലും സ്വാഗതമോദിടാമിവർക്ക് മർഹബ ഗീതങ്ങൾ ദാഹിച്ചെത്തി. മാറ്റൊലി വീശും ഫുർഖാനില്ലായി ഈരടി തീർക്കും കാമിരാം മുനവ്വറുകൾ, അഴകിൻ സൂനങ്ങൾ ഫറഹിൻ ഹാരം അവരിൽ മധുവായി. മർഹബ പാടാം ഹുഫാദിൽ തഹനിയത്തായി, ആശറഫുളിയായി. ഹൃദയത്താളിൽ പൊലിമ നിറയ്ക്കും സന്ദേശം, വിജ്ഞാനത്തിൻ നഗരിയൊരുങ്ങി സാദരം. ഹൃദയത്താളിൽ പൊലിമ നിറയ്ക്കും സന്ദേശം, വിജ്ഞാനത്തിൻ നഗരിയൊരുങ്ങി സാദരം. ഇൽമിൻ അഹ്ലിൽ പാദമൂന്നിയ കെ.എം. ഹാജിയിലായി, ഖുർആനോരം ജീവിതയാത്രയ വഴി ഗമിച്ചോരാ. ജീവിത കഥനം ഹുഫാദിനായി മാറ്റിവച്ചോരാ. ഹുബ്ബിൻ മനമാൽ പങ്കിടുന്നേ സ്വാഗതപ്പൂക്കൾ, ഉസുവത്തോരം സഹജർ തൻ സൗഹാർദ്ദങ്ങളിൽ. സ്വാഗതമോദിടാമിവർക്ക് മർഹബ ഗീതങ്ങൾ, നല്ല ളിയാഫിൽ പങ്കാളികളായി ഒത്തൊരുമിക്കാം എത്തിയവരിലായി. പാടാം ഹർഷമിനാൽ, ഏൽക്കാം ഹൃദയമിനാൽ. ഫറഹിൻ ഹാരം അവരിൽ മധുവായി. റഹബൻ 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 മിന്ന തർഗീബ, മിന്ന തർഗീബ. ഹൃദയത്താളിൽ പൊലിമ നിറയ്ക്കും സന്ദേശം, വിജ്ഞാനത്തിൻ നഗരിയൊരുങ്ങി സാദരം.
ഹൃദയത്താളിൽ പൊലിമ നിറയ്ക്കും സന്ദേശം. വിജ്ഞാനത്തിൻ നഗരിയൊരുങ്ങി സാദരം. അസ്സലാമു അലൈക്കും. അടുത്തത് സരദാനമാണ് നടക്കുന്നത്. സന്നദ്ധാനത്തിന് വേണ്ടി സനത് വാങ്ങിക്കുന്ന കുട്ടികളുടെ പേരുകൾ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഷൗക്കത്ത് ഉസ്താദ് വിളിക്കും. ആ കുട്ടികൾ ആ ക്രമം അനുസരിച്ച് വരികയും സനത് കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട അബ്ദുറഹീം ഉസ്താദ് അവറുകളാണ്. ബഹുമാനപ്പെട്ട ഷൗക്കത്ത് ഉസ്താദിൻ്റെ ഉസ്താദാണ്. ഉസ്താദ് അവറുകളാണ് സനത് കൊടുക്കുകയും ചെയ്യുന്നത്. മാത്രം ഫസ്റ്റ് കൊടുക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സദസ്സ് കുറച്ചൊന്ന് കയറിയിരുന്നാൽ ബാക്കിലുള്ളവർ, അപ്പോൾ പുറകിൽ നിൽക്കുന്നവർക്ക് അകത്തോട്ട് കയറിയിരിക്കാൻ സൗകര്യമായിരിക്കും. മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ദാറുൽ ഉലൂം അറബി കോളേജിൻ്റെ 6ാം സന്നദ്ധാന സമ്മേളനമാണിത്. നാം പ്രതീക്ഷിച്ചിരിക്കുന്ന കഴിഞ്ഞ വർഷം ഹിഫ്ള് പൂർത്തീകരിച്ച 3 വിദ്യാർത്ഥികൾക്കും ഈ വർഷം ഹിഫ്ള് പൂർത്തീകരിച്ച 9 വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെ മൊത്തം 12 വിദ്യാർത്ഥികൾക്കാണ് ഇന്നിവിടെ ഷഹാദ നൽകപ്പെടുന്നത്. നമ്മുടെ സനത് നൽകുന്നതിനായി നമ്മളുടെ ഇവിടെ ഹാജരായിട്ടുള്ളത് ആദരണീയനായ ഉസ്താദ് അബ്ദുറഹീം അൽ കൗസരി ഉസ്താദ് അവറുകളാണ്. ചില വാക്കുകളിൽ ഉസ്താദിനെ ഞാൻ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് സന്നദ്ധാന കർമ്മത്തിലോട്ട് നമുക്ക് കടക്കാവുന്നതാണ്. ഹിഫ്ളിൻ്റെ മേഖലയിൽ ഏകദേശം 30-40 വർഷത്തിൽ അധികമായി തന്നെ ദീനീ ഖിദ്മത്തിൽ സേവനം ചെയ്യുന്ന ഉസ്താദാണ് അബ്ദുറഹീം ഉസ്താദ് അവറുകൾ. എൻ്റെ ഓർമ്മയിൽ 95-2000 കാലഘട്ടത്തിൽ ജാമിഅത്തുൽ കൗസരിയിൽ ഹിഫ്ളിന് പഠനത്തിനായി ഞാൻ പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട 4 ഉസ്താദന്മാരിൽ ഒരു ഉസ്താദാണ് അബ്ദുറഹീം ഉസ്താദ് അവറുകൾ. മറ്റൊന്ന് മർഹൂം പാലക്കാട് അബ്ദുറഹീം ഉസ്താദ് അവറുകളാണ്. ഹാ ഉസ്താദ് എന്നാണ് സാധാരണ അറിയപ്പെടുന്നത്. അബ്ദുറഹീം ഉസ്താദ് അവറുകൾ 10-20 വർഷത്തോളം എടത്തലയിൽ സേവനം അനുഷ്ഠിക്കുകയും അതോടൊപ്പം തന്നെ ആലുവ ടൗണിനോട് അടുത്ത് കിടക്കുന്ന മസ്ജിദുൽ അബ്റാറിൽ ഖത്തീബായി സേവനം അനുഷ്ഠിക്കുകയും നിലവിൽ അവിടെ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പണ്ഡിതനാണ്. പെരുവന്താനമാണ് ഉസ്താദിൻ്റെ വീട്. ഉസ്താദിൻ്റെ സഹോദരിയുടെ മകനാണ് ഇവിടുത്തെ ആദ്യത്തെ ഹാഫിള് സാബിത്ത് അൽ കൗസരി. അതോടൊപ്പം തന്നെ മുതിർന്ന വിദ്യാർത്ഥികൾക്കുള്ള ഹിഫ്ളിൻ്റെ ഒരു പാഠം തുടങ്ങിയതും അബ്ദുറഹീം ഉസ്താദ് അവറുകളാണ്. നേരത്തെ ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിരുന്നു, പലപ്പോഴും പ്രായം മുതിർന്നതിന് ശേഷം ഹിഫ്ള് പഠിക്കാൻ ആഗ്രഹിക്കുന്ന പല
യുവ പണ്ഡിതന്മാരുണ്ടായിരുന്നു. ഒന്നെങ്കിൽ കിതാബിൻ്റെ പഠനത്തിന് ശേഷമായിരിക്കാം അവർക്ക് ഹിഫ്ലിൻ്റെ താല്പര്യം വരുന്നത്, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ ഹിഫ്ല് പഠനം ശരിയായ രീതിയിൽ മുന്നോട്ട് പോവാത്തത് കാരണമായി കിതാബിലോട്ട് പ്രവേശിപ്പിക്കുകയും പിന്നീട് ആ ഹിഫ്ല് പൂർത്തീകരിക്കാനുള്ള അതിയായ ആഗ്രഹം കാരണമായിട്ട് ആലിമായതിനു ശേഷം ഹാഫിൾ ആവണമെന്നുള്ള ആഗ്രഹവും മനസ്സിൽ ഇരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് വലിയൊരു സാന്ത്വനമായിരുന്നു അബ്ദുറഹീം ഉസ്താദിൻ്റെ ആ ചിന്തയും അബ്റാർ മസ്ജിദ് എന്ന് പറയപ്പെടുന്ന ആ സ്ഥാപനവും. അൽഹംദുലില്ലാഹ് പല പണ്ഡിതന്മാരായ ആലിമീങ്ങൾ അവിടെ പോയി ഹിഫ്ല് പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലും അവിടെ വിദ്യാർത്ഥികളുണ്ട്. അൽഹംദുലില്ലാഹ് ഉസ്താദ് ഇപ്പോഴും അവിടെ ഖത്തീബായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ്. പല ഹാഫിദീങ്ങളുടെ ഉസ്താദായ അബ്ദുറഹീം ഉസ്താദിൻ്റെ അവറുകളിൽ നിന്ന് ഞങ്ങളുടെ മദ്രസയുടെ വിദ്യാർത്ഥികൾക്കും ഹിഫ്ലിൻ്റെ ഷഹാദ നൽകപ്പെടുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ലഭിച്ച വലിയൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ ഇതിനെ കാണുകയാണ്. അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഇവിടെ സനദ് ദാനം നൽകപ്പെടുകയാണ്. സനദ് അറബിയിലുള്ള ഷഹാദ സർട്ടിഫിക്കറ്റ് അവർക്ക് നൽകപ്പെടുകയാണ്. നമ്മുടെ മുമ്പിൽ 12 വിദ്യാർത്ഥികളാണുള്ളത്. അതിൽ 3 വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷം ഹിഫ്ല് പൂർത്തീകരിച്ചവരാണ്. ആദ്യമായി അവരെ ക്ഷണിക്കുകയാണ്. സനദ് നൽകുന്നതിന് വേണ്ടി അബ്ദുറഹീം ഉസ്താദ് അവറുകളെയും വാങ്ങുന്നതിന് വേണ്ടി പേര് വിളിക്കുന്നതിനനുസരിച്ച് ഹാഫിളിങ്ങളും വന്നത് മേടിക്കേണ്ടതാണ്. കഴിഞ്ഞ വർഷം ഹാഫിളായ അൽ ഹാഫിൾ അബ്ദുള്ള സുയ്യിത്തി ബിൻ ഷിയാസ്, കോതമംഗലം തങ്കളം സ്വദേശിയാണ്. ഷിയാസ് സാഹിബിൻ്റെ മകൻ അൽ ഹാഫിൾ അബ്ദുള്ള സുയ്യൂത്തി. രണ്ടാമത് പല്ലാരമംഗലം പഞ്ചായത്തിൽ പെട്ട അടിവാട് തന്നെ താമസിച്ചുകൊണ്ടിരുന്ന അൽ ഹാഫിൾ ജാഫർ സാദിഖാണ്. അൽ ഹാഫിൾ ജാഫർ സാദിഖ്. മൂന്നാമത് ചെറുവട്ടൂർ സ്വദേശി ഫൈസൽ സാഹിബിൻ്റെ മകൻ മുഹമ്മദ് ഫസലാണ്. ഈ വിദ്യാർത്ഥിയുടെ പ്രത്യേകതയുള്ളത് ഫസലിന് 2 ഇക്കമാരാണുള്ളത്. ആ 2 ഇക്കമാരും ഇവിടെ തന്നെയാണ് ഹിഫ്ള് പൂർത്തീകരിച്ചത്. മൂത്ത സഹോദരനാണ് ഫർഹാൻ, ഇപ്പോൾ ഇവിടെ ദർസ് വിഭാഗത്തിൽ പഠിക്കുന്നു. രണ്ടാമത്തെ സഹോദരൻ ഇവിടെ നിന്ന് സനദ് വാങ്ങി ദാറുൽ ഉലൂം ഓച്ചിറയിൽ കിതാബ് പഠനവുമായി മുന്നോട്ട് പോവുകയാണ്. അടുത്ത് ഈ വർഷത്തെ ഹാഫിളിങ്ങളാണ്. ആദ്യത്തെ ഹാഫിൾ അൽ ഹാഫിൾ മുഹമ്മദ് അൽത്താഫ് ബിൻ അബ്ദുൾ റസാഖ് മൗലവി, ചെറുവട്ടൂർ മർഹൂം അബ്ദുൾ റസാഖ് മൗലവിയുടെ 3ാമത്തെ സന്തതിയാണ്. നേരത്തെ പറഞ്ഞ അതേ പ്രത്യേകതകളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കുട്ടി തന്നെയാണ്. 2 ഇക്കമാരും അൽഹംദുലില്ലാഹ് ജാമിയത്തുൽ കൗസലിയയിൽ നിന്ന് ആലിം ബിരുദം വാങ്ങുകയും മൂത്ത സഹോദരൻ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ 3ാമത്തെ വർഷം പഠനം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. 4ാമത്തെ ഹാഫിൾ അൽ ഹാഫിൾ മുഹമ്മദ് ബിലാൽ ബിൻ ഷബീർ അലി, തൊട്ടടുത്ത് മൈലൂർ താമസിക്കുന്ന ഷബീർ അലി സാഹിബിൻ്റെ മകൻ മുഹമ്മദ് ബിലാൽ. അടുത്തത് അൽ ഹാഫിൾ മുഹമ്മദ് അൻഫാൽ ബിൻ നജീബ്. ഇതും ഞങ്ങൾക്ക് ലഭിച്ച മറ്റൊരു ഭാഗ്യമാണ്. 2 സഹോദരന്മാർ ഇവിടെ പഠിച്ചു. ആ മൂത്ത സഹോദരൻ ഇവിടെ ഹിഫ്ള് പൂർത്തീകരിക്കുകയും ഇപ്പോൾ ഇവിടെ ദർസിൽ പഠിക്കുകയും ചെയ്യുന്നു. 2ാമത്തെ മകൻ അൻഫാൽ ബിൻ നജീബ്, തൊടുപുഴയാണ് സ്വദേശം. അൽ ഹാഫിൾ മുഹമ്മദ് സാബിത്ത് ബിൻ കുഞ്ഞു മുഹമ്മദ്, പട്ടിമറ്റം. കുഞ്ഞു മുഹമ്മദ് സാഹിബിൻ്റെ മകൻ അൽ ഹാഫിൾ മുഹമ്മദ് സാബിത്ത്. അൽ ഹാഫിൾ ഇൻആമുൽ ഹസൻ ബിൻ ഷാജഹാൻ, പറവൂർ. മർഹൂം ഷാജഹാൻ സാഹിബിൻ്റെ മകൻ ഇൻആമുൽ ഹസൻ. ഇൻആമുൽ ഹസൻ്റെ ഇളയ സഹോദരനും ഇവിടെ ഹിഫ്ള് നിലവിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അൽ ഹാഫിൾ മുഹമ്മദ് മിസമ്മിൽ ബിൻ അബിൻസ്, പല്ലാരിമംഗലം സ്വദേശിയാണ്. അബിൻ സാഹിബിൻ്റെ മകൻ മുഹമ്മദ് മുസമ്മിൽ. അൽ ഹാഫിൾ അഹ്മദ് ബിൻ നസീം. ഇതും ഞങ്ങൾക്ക് വളരെയധികം എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ്. ഈ മദ്രസയെ സംബന്ധിച്ചിടത്തോളം ഈ മദ്രസയുടെ മുത്തവല്ലിയായ ഞങ്ങളുടെ എൻ്റെ മാമയും എല്ലാമായ ബാവുക്കുട്ടി ഹാജിയാർ അവരുടെ ചെറുമകനാണ്, മകളുടെ മകനാണ്.
നസീം സാഹിബിൻ്റെ മകൻ അഹമ്മദ്. അടുത്ത ഹാഫിദ് മുത്തിയൂർ റഹ്മാൻ ബിൻ നസീർ, പറവൂർ സ്വദേശി, നസീർ സാഹിബിൻ്റെ മകൻ മുത്തിയൂർ റഹ്മാൻ. ഇന്ന് അസറിന് മുമ്പ് ഹിഫ്ള് പൂർത്തീകരിച്ച 2 വിദ്യാർത്ഥികളാണ്. അതിലൊന്നാണ് മുത്തിയൂർ റഹ്മാൻ, പറവൂർ സ്വദേശിയാണ്. അടുത്തത് അൽ ഹാഫിദ് മുഷ്റഫ് റഹ്മാൻ ബിൻ അബ്ദുറഹീം, അടിവാട്. അബ്ദുറഹീം സാഹിബിന് കുഞ്ഞുമോനിക്കായുടെ, വടക്കൻ കുഞ്ഞുമോനിക്കായുടെ ചെറുമകനാണ്, മകൻ്റെ മകൻ മുഷ്റഫ് റഹ്മാൻ. ചെറിയൊരു സന്നിധാന സന്ദേശം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ ഞാൻ ആദരവുപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان سيدنا ونبينا ومولانا محمدا عبده ورسوله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أما بعد فقد قال الله سبحانه وتعالى في كلامه العزيز: أعوذ بالله من الشيطان الرجيم. ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله. صدق الله مولانا العظيم. وعن أبي هريرة رضي الله تعالى عنه قال: قال رسول الله صلى الله عليه وسلم: ما اجتمع قوم في بيت من بيوت الله يتلون كتابه ويتدارسونه بينهم إلا نزلت عليهم السكينة وغشيتهم الرحمة وحفتهم الملائكة وذكرهم الله في من عنده أو كما قال رسول الله صلى الله عليه وسلم. صدق رسوله النبي الكريم. ബഹുമാന്യരായ ഉസ്താദന്മാരെ, സനദ് വാങ്ങിച്ച ബഹുമാന്യരായ ഹാഫിളീങ്ങളെ, അവരുമായി ബന്ധപ്പെട്ട മറ്റ് ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ മജ്ലിസിനെ കബൂലാക്കുമാറാകട്ടെ. നാളെ അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്നതിനും നമുക്കും നമ്മിൽ നിന്നും വേർപെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, മശായിഖന്മാർ, നമ്മുടെ ഗുണകാംക്ഷികൾ, നമ്മുടെ പഠനത്തിന് സഹായികളായിരുന്നവർ, നമ്മുടെ ഭാര്യ, മക്കൾ, കൂട്ടം, കുടുംബം, ലോക മുസ്ലിമുകൾ എല്ലാവർക്കും അല്ലാഹു തആല ഇതൊരു കാരണമാക്കി തീർക്കുമാറാകട്ടെ. ഞാൻ വിശാലമായ ഒരു സംസാരത്തിലേക്ക് പോകുന്നില്ല. ഉസ്താദ് അവറുകൾ സംസാരിക്കാനുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന വലിയ ഭാഗ്യമാണ് പരിശുദ്ധമായ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട് കഴിയാൻ സാധിക്കുക എന്നുള്ളത്. ലോകത്ത് ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ആ ബന്ധങ്ങളിലെല്ലാം എന്തെങ്കിലുമൊക്കെ അപാകതകൾ, കുറവുകൾ സംഭവിക്കാം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ബന്ധം അല്ലാഹുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ മാറ്റൊരുക്കുന്നത്, അവന് സ്ഥാനം നിർവഹിക്കപ്പെടുന്നത്, സ്ഥാനം കൽപ്പിക്കപ്പെടുന്നത് ഒരു മനുഷ്യന് അല്ലാഹുവുമായിട്ടുള്ള എത്രമാത്രം ബന്ധമുണ്ടോ ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം, മനുഷ്യവർഗത്തിൽ, മനുഷ്യവിഭാഗത്തിൽ അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സ്ഥാനം അർഹിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്.
കാരണം ആ നിബിതങ്ങളാണ് അള്ളാഹുവുമായിട്ട് ഏറ്റവും ബന്ധം സ്ഥാപിച്ചത്. പ്രവാചകന്മാർ മുഴുവനും ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്, അള്ളാഹുവുമായി നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹു അവൻ്റെ ഖലീലാണ്, സ്നേഹിതനാണെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും അള്ളാഹുവുമായിട്ട് ഒരുപാട് ത്യാഗത്തിലൂടെ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച ആളാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഒരു മനുഷ്യന് വില നിശ്ചയിക്കപ്പെടുന്നത് അവൻ അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഈ ബന്ധം കരസ്ഥമാക്കാൻ അള്ളാഹു തആല ഭൂമി ലോകത്തൊരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ട്. ആർക്ക് അതുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞോ, ആർക്ക് ആ ബന്ധം നിലനിർത്തുവാനും സ്ഥാപിക്കുവാനും ആ ബന്ധത്തിന് വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കാനുള്ള സൗഭാഗ്യം ആർക്ക് നൽകിയോ, അത് പല വഴിയിലൂടെയാണ് ആ ബന്ധം കിട്ടുന്നത്. പക്ഷെ ആ ബന്ധം ഏതെല്ലാം വഴിയിലൂടെയാണെങ്കിലും അതെല്ലാം ചെന്ന് ചേരുന്നത് ഒരേ സ്ഥലത്താണ്, ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. ഇപ്പം മദ്രസ പഠിക്കാൻ വേണ്ടി വന്ന വിദ്യാർത്ഥികൾ, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാർ, അതിനു വേണ്ടുന്ന ഏർപ്പാട് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇവരെല്ലാം ആ ബന്ധത്തിൻ്റെ കണ്ണികളാവും. പ്രിയമുള്ള ഉമ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിലൂടെ ആ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഇന്നക്കും ലാ തർജിഊന ഇലല്ലാഹി ബിശൈഇൻ അഫ്ളല മിമ്മാ ഖറജ മിൻഹു യഅനി അൽ ഖുർആൻ. അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യനും അടുക്കാൻ സാധ്യമല്ല, ഏതു വഴിയിലൂടെയും അടുക്കാൻ സാധ്യമല്ല. ഇന്നക്കും ലാ തർജിഊന ഇലല്ലാഹി ബിശൈഇൻ അഫ്ളല മിമ്മാ ഖറജ മിൻഹു. അള്ളാഹു ഒരുപാട് സൗഭാഗ്യം മനുഷ്യന് നൽകിയിട്ടുണ്ട്. ഭൗതികമായ ലോകത്ത് വ്യത്യസ്തമായ മേഖലകളിൽ, വ്യത്യസ്തമായ രൂപത്തിലും കോലത്തിലും അവസ്ഥയിലും ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു തആല മനുഷ്യന് നൽകിയിട്ടുണ്ട്. പക്ഷെ അതിലൂടെ എല്ലാം അള്ളാഹുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാമെങ്കിലും ഈ ഒരു ബന്ധമില്ലാത്ത അവസ്ഥയിലാണ് എങ്കിൽ അതിൻ്റെ യഥാർത്ഥമായ നിലയിലേക്ക് എത്തിപ്പെടാൻ സാധ്യമാവുകയില്ല. അപ്പോൾ അഫ്ളല മിമ്മാ ഖറജ മിൻഹു, അള്ളാഹുവിൽ നിന്ന് നമുക്ക് നൽകപ്പെട്ട നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ, ഇതെല്ലാത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ കൊണ്ടല്ലാതെ നിങ്ങൾക്ക് അള്ളാഹുമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് മടങ്ങാൻ സാധ്യമല്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ആ ഒരു ബന്ധത്തിൻ്റെ കൂട്ടായ്മയാണ് നമ്മൾ ഈ കാണുന്നത്. ആ ഒരു ബന്ധത്തിൻ്റെ പേരിൽ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന വലിയ അവസരമാണ് ഈ കാണുന്നത്. പ്രിയമുള്ള ഉമ്മിനീങ്ങളെ, ആയിഷ റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിലൂടെ കാണാൻ കഴിയും, ഇന്ന ലികുല്ലി ഷൈഇൻ ശറഫൻ യതബാഹൗന ബിഹി ഫഇന്ന ബഹാ ഉമ്മതി വശറഫഹ അൽ ഖുർആൻ. ഇന്ന ലികുല്ലി ഷൈഇൻ ശറഫൻ. ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസാണ്, വളരെ പ്രബലമായ പ്രധാനപ്പെട്ട ഹദീസ്. ഇന്ന ലികുല്ലി ഷൈഇൻ ശറഫൻ. ഓരോ വസ്തുക്കൾക്കും, ഓരോ വ്യക്തികൾക്കും, ഓരോ സമുദായത്തിനും, ഓരോ നാടിനും എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകതകളുണ്ടാകും. ആ പ്രത്യേകതകളെ കൊണ്ട് അവർ പ്രൗഢി നടിക്കാറുണ്ട്. വിശദീകരിക്കാനുള്ള സമയമല്ല. നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത മറ്റുള്ളവരിൽ നിന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാം വലിയ അന്തസ്ത് നടിക്കാറുണ്ട്. പ്രിയമുള്ള ഉമ്മിനീങ്ങളെ, മുഴുവൻ മനുഷ്യർക്കും പ്രൗഢി നടിക്കുവാൻ അല്ലാഹു തആല നൽകിയിരിക്കുന്ന ഒരു അവസരമാണ് വിശുദ്ധമായ ഖുർആൻ. ഇന്ന ലികുല്ലി ഷൈഇൻ ശറഫൻ യതബാഹൗന ബിഹി. ഓരോരുത്തരും അവരവർക്ക് കിട്ടിയതായ നേട്ടങ്ങളെ കൊണ്ട്, സൗഭാഗ്യങ്ങളെ കൊണ്ട് അവർ പ്രൗഢി നടിക്കാറുണ്ട്. ഫഇന്ന ബഹാ ഉമ്മതി വശറഫഹ അൽ ഖുർആൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ ഉമ്മത്തികൾക്ക് എന്തെല്ലാം ഈ ലോകത്ത് നൽകപ്പെട്ടാലും അതിനേക്കാളെല്ലാം ഏറ്റവും ഉത്തമമായതും ശ്രേഷ്ഠമായതും ശരിയായ നിലയിൽ കൂടി പ്രൗഢി നടിക്കുവാനും അത് പ്രകടമാക്കാനുമുള്ള ഒരവസരമായിട്ടാണ് പരിശുദ്ധമായ ഖുർആൻ ശരീഫിനെ ഞാൻ ഈ ഉമ്മത്തിന് നൽകിയിരിക്കുന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ഞാൻ നീട്ടുകയല്ല പ്രിയമുള്ള ഉമ്മിനീങ്ങളെ, ഖുർആൻ ശരീഫുമായിട്ടുള്ള നമ്മളുടെ ബന്ധത്തിൻ്റെ പേരിൽ നമുക്ക് കിട്ടുന്ന വളർച്ചയും അതിൻ്റെ ഉയർച്ചയും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹി യത്ലൂന കിതാബഹു വയതദാറസൂന ബൈനഹും. നാം ഒരു പക്ഷേ ചെറുതായി കാണും,
അല്ലെങ്കിൽ വലിയ മതിപ്പില്ലാത്തതായിരിക്കും പള്ളിയുടെ പായിൽ വന്നിരുന്നു കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഇങ്ങനെ ആടി ആടി പഠിക്കുന്നത് ഒരു ചെറിയ കാര്യമായിട്ട് നമ്മൾ കാണും. പ്രിയമുള്ള ഉമ്മിനീങ്ങളെ, ചിന്തിക്കണം, ആലോചിക്കണം. ഒരു വിദ്യാർത്ഥി പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പരിപൂർണമായി പഠിച്ച് പൂർത്തീകരിക്കുമ്പോൾ അവൻ എത്ര പ്രാവശ്യം ആ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പൂർണ്ണമായി ഓതി തീർക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളുടെ ജീവിതത്തിൽ തപസ്സിരുന്ന് ചെയ്താൽ പ്രിയമുള്ളവരെ, നമ്മളെ കൊണ്ട് കഴിയാത്ത അത്രയും അളവ് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പരിപൂർണമായി ഓതി തീർത്ത മക്കളാണ് ഈ സനദ് വാങ്ങിക്കുന്നത്. പ്രിയമുള്ള ഉമ്മിനീങ്ങളെ, ഏറ്റവും ചുരുങ്ങിയത് 300-400 പ്രാവശ്യമെങ്കിലും പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ ഒരു ഹാഫിളായി മാറുന്നത്. വിശദീകരിക്കാൻ സമയമല്ല, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാമായിരുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇത് ചെറിയ കാര്യമല്ല. ഇതിവിടെയും നാളെ പാരത്രികമായ ജീവിതത്തിൽ മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അതാത് ഹബീബായ നബി തങ്ങൾ പറഞ്ഞതായി നിവേദനം ചെയ്യുന്നത്, മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാ. അല്ലാഹുവിൻ്റെ ഭവനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭവനത്തിൽ കുറച്ചാളുകൾ ഒരുമിച്ച് കൂടുകയും യതുലൂന കിതാബ് അല്ലാഹി, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് അവർ പാരായണം ചെയ്യുകയും ചെയ്യുന്നു. വയതദാറസൂനഹു ബൈനഹും, അതിൻ്റെ ഉള്ളടക്കങ്ങളെ പരസ്പരം പറഞ്ഞ് കേട്ട് മനസ്സിലാക്കി അതിൻ്റേതായ ഒരു തദ്രീസ്, ഒരു ദറസ് നടത്തുകയും ചെയ്യുന്നു. എന്താണ് ഈ രണ്ടുകൊണ്ടും ഉണ്ടാകുന്ന ഗുണം? ഇല്ലാ നസലത്ത് അലൈഹിമുസ് സക്കീന, മനുഷ്യർ ലോകം മുഴുവനും ഇന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന സമാധാനം, സക്കീനത്ത്, ഈ കാര്യത്തിലൂടെ അള്ളാഹു വാഗ്ദാനം ചെയ്യുകയാണ്. ഇല്ലാ നസലത്ത് അലൈഹിമുസ് സക്കീന, അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സക്കീനത്ത്, സമാധാനം വർഷിക്കാതിരിക്കുകയില്ല. ഇന്ന് എല്ലാവരും കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ്. ഒരു സമാധാന അന്തരീക്ഷം, ഒരു സമാധാനമായ ജീവിതം, ഒരു സമാധാനമായ കുടുംബജീവിതം. അതിന് അള്ളാഹു വെച്ചിരിക്കുന്ന ഒരു വഴിയാണ് യത്ലൂന കിതാബല്ലാഹി വയതദാറസൂനഹു ബൈനഹും ഇല്ലാ നസലത്ത് അലൈഹിമുസ് സക്കീനത്തു വഗശിയ്യത്തുഹുമുർ റഹ്മത്തു. അതിലുപരി അള്ളാഹുവിൻ്റെ കാരുണ്യം എപ്പോഴും അവനെ പൊതിഞ്ഞുകൊണ്ടിരിക്കും. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് മനുഷ്യൻ എത്രമാത്രം ആവശ്യക്കാരനാണ് എന്ന് സൂറത്തുൽ ഫാത്തിഹ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയമുള്ള ഉമ്മിനീങ്ങളെ, അപ്പോൾ ആ അനുഗ്രഹം, അള്ളാഹുവിൻ്റെ റഹ്മത്ത് എല്ലാ സമയത്തും അവൻ ആവരണം ചെയ്തുകൊണ്ടിരിക്കും. മൂന്നാമതായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വഹഫത്തുഹുമുൽ മലായിക, എല്ലാ സമയത്തും മലക്കുകളുടെ സാന്നിധ്യം അവന് കിട്ടിക്കൊണ്ടേയിരിക്കും. ഞാൻ ചുരുക്കി പറയുകയാണ്, എല്ലാ സമയത്തും മലക്കുകളുടേതായ സാന്നിധ്യം ഒരു മനുഷ്യന് ലഭിച്ചാൽ പ്രിയമുള്ള അവൻ എത്ര വലിയ ഭാഗ്യവാനാണ്. പ്രിയമുള്ള ഉമ്മിനീങ്ങളെ, നാലാമതായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു നിലയിൽ ചിന്തിച്ചാൽ ഈ മൂദിനേക്കാളും വലുതാണ് വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു. ഈ ഖുർആൻ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിച്ച് സനദ് വാങ്ങിക്കുന്ന ആളുകളെക്കുറിച്ച്, ഈ മക്കളെക്കുറിച്ച്, ഈ ഹാഫിളീങ്ങളെക്കുറിച്ച്, ഉലമാക്കളെക്കുറിച്ച് അല്ലാഹു തആല അവൻ്റെ അടുക്കലുള്ള ഏറ്റവും ശ്രേഷ്ഠരായ മലക്കുകളുടെ മുമ്പിൽ ഇവനെക്കുറിച്ച് ചർച്ചയുണ്ടാകും. പ്രിയമുള്ള ഉമ്മിനീങ്ങളെ, ഒന്ന് ആലോചിക്കുന്ന എത്ര വലിയ കാര്യമാണ്. നിസ്സാരമായി നമ്മുടെ ഹൃദയത്തിൽ പിശാച് തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തിരുത്തിക്കൊള്ളിൻ. നമ്മൾ ഏറ്റവും ഉയർന്ന വഴിയിലാണ് നമ്മുടെ മക്കളെ പറഞ്ഞയച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇപ്പം ഇന്ന് സനദ് വാങ്ങിച്ച 12 പേര്, ഇതിനു മുമ്പ് വാങ്ങിച്ചവർ, അവരെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് രക്ഷകർത്താക്കൾ, ഈ സനദ് നമ്മൾ ഇത്രയും നാൾ പാടുപെട്ട് പഠിച്ച് ഓതി സനദ് വാങ്ങിച്ച് ഇനി പുറത്തേക്ക് പോകുമ്പോൾ ഇവരുടെ വഴി വേറൊരു റൂട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ മുഴുവൻ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ടു പോകും. പ്രിയമുള്ള ഉമ്മിനീങ്ങളെ, പ്രത്യേകിച്ച് കാലഘട്ടത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മുടെ ഈ സനദ് വാങ്ങിച്ച മക്കളെ ഇതേ വഴിയിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണം. ദുന്യാവിൽ അല്ലാഹു തആല ഒരു കുറവും വരുത്തുകയില്ല. ഭാഗ്യമായി നോക്കുമ്പോൾ നമ്മളെപ്പോലുള്ള ആളുകളുടെ മുമ്പിൽ യാതൊരു ഏർപ്പാടുകളും ഉണ്ടാവുകയില്ല. പക്ഷേ ഏർപ്പാടുകൾ ഉള്ളവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനേക്കാൾ കൂടുതലായി ഇങ്ങനെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ആവശ്യങ്ങൾ അല്ലാഹു തആല പൂർത്തീകരിച്ചു കൊടുക്കും. ഇത് അല്ലാഹുവിൻ്റെ തർത്തീബാണ്. പ്രിയമുള്ള ഉമ്മിനീങ്ങളെ, ബാഹ്യമായ വസ്തുക്കളോ ബാഹ്യമായ ഏർപ്പാടുകളോ സംവിധാനങ്ങളോ ഒന്നുമില്ലാതെ അള്ളാഹു അവൻ്റെ പ്രവാചകന്മാരെ സഹായിച്ചതുപോലെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പാടുപെടുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെയും യാതൊരു ഏർപ്പാടുകളുമില്ലാതെ അള്ളാഹു തആല അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കും. ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ നമുക്ക് പറയാനുണ്ടാകും.
അതുകൊണ്ട് പ്രിയമുള്ള ഉമ്മിനികൾ, നമ്മുടെ ഈ സനദ് വായിച്ച മക്കളുടെ രക്ഷകർത്താക്കൾ ഒരു കാരണവശാലും ഇവരെ ഈ ദീനിൻ്റെ വഴിയിൽ നിന്നും, ഈ ശരിയായ ഹിദായത്തിൻ്റെ വഴിയിൽ നിന്നും നമ്മൾ അവരെ ഒരിക്കലും തിരിച്ചു വിട്ടു പോകരുത്. ദുന്യാവിൻ്റെ പേര് പറഞ്ഞ് പ്രിയമുള്ളവരെ, ദുന്യാവ് അല്ലാഹു തആല ഖദറാക്കിയത് നമ്മളിലേക്ക് വരിക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ദീനും ആഖിറവും ഒക്കെ പറയുന്നത് നമ്മുടെ പരിശ്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. പ്രിയമുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി നമ്മുടെ മക്കളെ ഇതേ വഴിയിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുകയും അവരെ ദീനിയായ അറിവ് പഠിപ്പിക്കുന്നതിലേക്ക്, ആ വഴിയിലേക്ക് നമ്മൾ തിരിച്ചുവിടുകയും അതിനോടൊപ്പം നമ്മൾ ദുന്യാവിൻ്റെ അറിവുകൾ പഠിപ്പിക്കുന്നതിൽ വിരോധമില്ല. പ്രിയമുള്ള ഉമ്മിനികൾ, നമുക്കറിയാം ഒരുപാട് ഹാഫിളീങ്ങൾ ഖുർആനുമായി യാതൊരു ബന്ധവുമില്ലാതെ അവരുടെ ജീവിതം വളരെ മോശമായ അവസ്ഥയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. രക്ഷാർത്താക്കൾ കരയുകയാണ്. എത്രയോ രക്ഷാർത്താക്കൾ നമ്മുടെ അടുത്ത് വന്ന് കരഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ള ഉമ്മിനിങ്ങളെ, അങ്ങനെ നമ്മൾ കരയേണ്ട ഒരു അവസ്ഥ വരാതിരിക്കുവാൻ അല്ലാഹു തആല നമ്മളെ കാക്കുമാറാകട്ടെ. ഇതേ വഴിയിൽ, ഈ ശ്രേഷ്ഠമായ വഴിയിൽ തന്നെ നമ്മുടെ മക്കളെ നാം ഉറപ്പിച്ചു നിർത്തുകയും ഈ പറഞ്ഞ മുഴുവൻ സൗഭാഗ്യങ്ങൾക്കും അർഹരായ നിലയിൽ കൂടി നമ്മളുമായി തീരണം, അവരും ആ വഴിയിലായിത്തീരണം. ഒരുപാട് ഹാഫിളുകളെക്കുറിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ പ്രശംസിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഹിഫ്ള് പഠിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചു വന്നതല്ല, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ മറ്റൊന്നും കാരണമല്ല. പ്രിയമുള്ള ഉമ്മിനിങ്ങളെ, അള്ളാഹു നമ്മളെ തിരഞ്ഞെടുത്തതാണ്. അള്ളാഹു അവൻ്റെ അടിമകളിൽ നിന്നും നമ്മളെ തിരഞ്ഞെടുത്ത് വിട്ടതാണ്. പ്രിയമുള്ള ഉമ്മിനിങ്ങളെ, അവരുടെ മാതാപിതാക്കൾ വലിയ ഭാഗ്യവാന്മാരാണ്, സൗഭാഗ്യവാന്മാരാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഹിഫ്ളിലൂടെ, ഇൽമിലൂടെ എന്തെല്ലാം സൗഭാഗ്യങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു തആല വെച്ചിട്ടുണ്ടോ, ആ മുഴുവൻ സൗഭാഗ്യങ്ങളും കരസ്ഥമാക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, ഹാഫിളീങ്ങളിൽ, ഉലമാക്കളിൽ, വഖറവിയായ ഉലമാക്കളിൽ നമ്മളെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മദ്രസയ്ക്ക് വേണ്ടി ആരെല്ലാം ഏതെല്ലാം നിലയിൽ കൂടിയുള്ള സേവനങ്ങൾ ചെയ്യുന്നു, അതെല്ലാം അല്ലാഹു അവൻ്റെ തൃപ്തിക്ക് വേണ്ടി ആക്കി തീർക്കുവാനും അതിലൂടെ നാളെ ആഖിറത്തിൽ ഉയർന്ന പദവികളിൽ കഴിഞ്ഞുകൂടാനും സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, മബ്റൂക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് നമുക്ക് നൽകിയ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഉസ്താദിൻ്റെ ഇൽമിലും ആയുസ്സിലും ആരോഗ്യത്തിലെല്ലാം അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട എം പി അബ്ദുൽ ഖാദിർ ഉസ്താദിൻ്റെ മുഖ്യ പ്രഭാഷണമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിനു മുമ്പ് നമ്മുടെ പരിസര മഹല്ലുകളിലെ ഉസ്താദുമാർ ഉണ്ട്, അവർക്ക് ഇമാമത്തിന് പോകേണ്ട ആവശ്യമുള്ളവരുമുണ്ട്. അതുകൊണ്ട് അതിനു മുമ്പായിട്ട് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ പല്ലാരിമംഗലം മേഖലയുടെ ലജനത്തുൽ പല്ലാരിമംഗലം മേഖലയുടെ പ്രസിഡൻറ്റും മാവുടി പള്ളിയുടെ ഖത്തീബുമായ എം.എ. മുഹമ്മദ് ബാക്കവി ഉസ്താദ് അവറുകളെ ഒരാശംസയ്ക്ക് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. ബാക്കിയുള്ള ഉസ്താദന്മാർ പറഞ്ഞ എല്ലാവർക്കും കൂടെ വേണ്ടി പ്രസിഡൻറ്റ് പറഞ്ഞോട്ടെ എന്നാ. എങ്ങനെയായാലും 5 മിനിറ്റ് കൂടാൻ പാടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറ്റവും പുണ്യം നിറഞ്ഞ, ഏറ്റവും മനോഹരമായ ഈ മജ്ലിസിൻ്റെ അധ്യക്ഷൻ, ഈ മഹലിൻ്റെ ഇമാം അൻവർ ബാക്കവി ഉസ്താദ് അവറുകൾ, മാലിക് ദീനാർ ദേവാ സെൻറ്ററിൻ്റെ കാര്യദർശിയായ പ്രിയപ്പെട്ട നമ്മുടെ ഗുരുവര്യരെ പോലെ നാം കാണുകയും ആദരിക്കുകയും ചെയ്യുന്ന VH ഉസ്താദ്, അതുപോലെ തന്നെ ഇവിടെ മുഖ്യപ്രഭാഷണത്തിനെത്തിയിരിക്കുന്ന ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമായുടെ സംസ്ഥാന ട്രഷറർ MP അബ്ദുൽ ഖാദിർ ഉസ്താദ്, വളരെ കുറഞ്ഞ വാക്കുകളിലാണെങ്കിലും നമ്മുടെ മനസ്സിനെ ഒരുപാട് സ്വാധീനിച്ച് നല്ല ഒരു നസീഹത്ത് നൽകിയ സന്നദ്ധാന ഷഹാദ കൊടുക്കുന്നതിന് നേതൃത്വം നൽകിയ അമീൻ ഉസ്താദ് അടക്കം വേദിയിലും സദസ്സിലുമുള്ള ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല
ഇതേപോലെ അവൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാസൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു സദസ്സിലാണ് എന്ന് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിച്ച് ഹാഫിളിങ്ങളായ മക്കൾക്ക് ഷഹാദ നൽകിയ ഈ മഹത്തരമായ വേദി എന്ന് പറയുമ്പോൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിച്ച ആളുകൾ അഹ്ലുള്ള അള്ളാഹുവിൻ്റെ കുടുംബമാണല്ലോ. അള്ളാഹുവിൻ്റെ കുടുംബം എന്ന സമുന്നതമായ പദവിയിലേക്ക് 12 മക്കൾ പറന്നുയരുമ്പോൾ അതിന് സാക്ഷികളാകാനും അവർക്ക് വേണ്ടിയിട്ടുള്ള ദുആയിൽ ആമീൻ പറയാനും ഒക്കെ നമുക്ക് അവസരം കിട്ടുക എന്നത് വലിയ സൗഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മക്കൾക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും വഅദ ചെയ്തിട്ടുണ്ടോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനാവിലൂടെ അറിയിക്കപ്പെട്ടിട്ടുണ്ട്, അത് മുഴുവനും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ സമയം ദുആ ചെയ്യുകയാണ്. ഒരു ഹാഫിളാകുക എന്നത് ഇവിടെ പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്തൊരു വാക്കാണ് അമീൻ സാബ് പറഞ്ഞത്. ഒരു 300 പ്രാവശ്യമെങ്കിലും ഖത്തം ചെയ്തെങ്കിലേ ഒരു മകൾ ഹാഫിളാവൂ എന്നത് ഒരുപാട് ത്യാഗം അതിന് പിന്നിലുണ്ടെങ്കിലും ഇത്രയും ഒരു എണ്ണമുണ്ട് എന്നത് ഇപ്പോൾ ഒരു പുതിയൊരു അറിവ് പോലെ കേൾക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഹാഫിളിങ്ങളല്ലാത്തവർ ആലോചിച്ചാൽ ഈ 50, 60 അല്ലെങ്കിൽ ഈ വയസ്സിനിടയിൽ എത്ര ഖത്തം നമ്മൾ ഓതിയിട്ടുണ്ടാവും? എത്ര ഖത്തം ഓതിയിട്ടുണ്ടാവും എന്ന് ചോദിച്ചാൽ എണ്ണമൊന്നുമില്ലെങ്കിൽ നമുക്കറിയാം വളരെ പരിമിതമായ ഖത്തം ഓതിയിട്ടുണ്ടാവുള്ളൂ. പരിശുദ്ധമായ റമളാനാകുമ്പോൾ അൽഹംദുലില്ലാ കുറേ ഖത്തങ്ങളൊക്കെ തീർക്കും, പിന്നെ വാർഷികമായി അങ്ങനെ കുറേ തീർക്കുമെന്നല്ലാതെ ഈ പറഞ്ഞ എണ്ണത്തിൻ്റെ ഒരു ന്യൂനപക്ഷമല്ലാതെ നമ്മളിൽ പലരും ഓതിയിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ്. അൽഹംദുലില്ലാ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഖുർആൻ്റെ പഠനവുമായി ബന്ധപ്പെടുന്ന ഈ മസ്ജിദും ഇതിൻ്റെ പരിസരവും ഒക്കെ എത്രമേൽ മഹത്തരമാണ് എന്ന് നമ്മൾ ആലോചിക്കണം. ഞാൻ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ സുബഹി നമസ്കരിക്കാൻ പോകുന്നത് തൊട്ടടുത്തുള്ള ഇർഷാദിയ പള്ളിയിലാണ്. രാവിലെ സുബഹി ബാങ്ക് വിളിക്കുന്ന സമയത്ത് അവിടെ എത്തുമ്പോൾ അല്ലെങ്കിൽ അതിന് തൊട്ടുമുമ്പ് എത്തുമ്പോൾ ചിലയില്ലാത്ത കുഞ്ഞുമക്കൾ ഈ തണുപ്പ് സമയത്തും എഴുന്നേറ്റ് അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം നമ്മുടെ മക്കൾ ഏതവസ്ഥയിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അവർ സുബഹിക്ക് എഴുന്നേറ്റിട്ടുണ്ടോ, തഹജ്ജുദിന് എഴുന്നേറ്റിട്ടുണ്ടോ? ആ സമയത്ത് ഈ കുഞ്ഞുമക്കൾ അള്ളാഹുവിൻ്റെ ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള പരിശ്രമത്തിലാണ്. അങ്ങനെ പരിശ്രമിക്കുന്ന എല്ലാ മക്കൾക്കും അള്ളാഹു ഹാഫിളീങ്ങളാകാനുള്ള തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ആഖിറത്തിൽ അവർക്ക് കിട്ടുന്ന പുണ്യം വളരെ വലുതാണ്. അള്ളാഹു തആല ആ നിലയിലേക്കൊക്കെ ആക്കി തരുമാറാകട്ടെ. ഇവിടെ ഉസ്താദ് ആശങ്ക പ്രകടിപ്പിച്ചതുപോലെ ആകാതെ ഹിഫ്ള് പഠിക്കുകയും ആ ഹിഫ്ളിൻ്റെ വഴിയിൽ ജീവിക്കുകയും ആ വഴിയിൽ ഖിദ്മത്ത് ചെയ്യുകയും അങ്ങനെ ഖുർആൻ്റെ തണലിലായി ജീവിച്ച് ഖുർആൻ്റെ അഹ്ലുകാരനായി നാളെ ആഖിറത്തിൻ്റെ ഉന്നതമായ സോപാനത്തിലേക്ക് പറന്നു വരുന്നവരായി ഇവിടെ സനത് വാങ്ങിച്ച മക്കളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇതിനെല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ചെറിയ വാക്കുകൾക്ക് വിട. വാഖിർ ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹാഫിളീങ്ങൾക്ക് ഒരാദരവുണ്ട്. അതിനു മുമ്പ് അവരുടെ ഹാഫിളീങ്ങളാക്കിയ മാതാപിതാക്കൾ, അവരുടെ രക്ഷിതാക്കൾക്ക് നാളെ ആഖിറത്തിൽ വലിയ കിരീടത്തിൻ്റെ അവകാശികളാണവർ. പക്ഷെ ആ ദുനിയാവിൽ വെച്ച് ഇവിടെ നമ്മുടെ ദാറുൽ ഉലൂമ വെച്ച് അവരുടെ രക്ഷകർത്താക്കൾക്ക് ഒരു ആദരവ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഹാഫിളീങ്ങളുടെ രക്ഷകർത്താക്കളെല്ലാമേ അടുത്തേക്ക് വരിക. എല്ലാവരുടെയും വാപ്പന്മാർ അടുത്തേക്ക് വരിക. അത് കൊടുക്കുന്നത് നമ്മുടെ ദക്ഷിണ കേരള പല്ലാരിമംഗലം മേഖലയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട MA മുഹമ്മദ് വാക്കവി ഉസ്താദ് അവറുകളാണ്. അങ്ങോട്ട് കടന്നു. അൽ ഹാഫിൾ അബ്ദുള്ള സുയൂത്തി ബിൻ ഷിയാസ് സാഹിബ്. ജാഫർ സാദിഖ് വന്ന് വാങ്ങിക്കുക. ജാഫർ സാദിഖ്. ഫസൽ ബിൻ ഫൈസൽ സാഹിബ് വേം വാ. അബ്ദുൽ ഖാദർ ഉസ്താദിൻ്റെ ചെറുട്ടൂർ നാട്ടിലുള്ള 2 അനുഗ്രഹീത കുടുംബങ്ങളാണ്. ഒന്ന് ഫൈസൽ സാഹിബിൻ്റെ. കാരണം ഒരു വീട്ടിൽ 3 ഹാഫിളീങ്ങളുള്ള 2 വീടുകൾ ചെറുട്ടൂരുണ്ട്.
ഒന്ന് ഫൈസൽ സാഹിബിൻ്റെ വീടാണ്, ഒന്ന് മർഹൂം അബ്ദുൾ റസാഖ് മൗലയുടെ വീടാണ്. ആ 2 മക്കൾ ഇവിടെ ഹിഫ്ള് പൂർത്തിയാക്കി. മൂന്നാമത്തത് അൽത്താഫ് ബിൻ അബ്ദുൾ റസാഖ് മൗലവി മർഹൂം. അൽത്താഫിൻ്റെ കൊച്ച ആരാ വന്നേക്കണേ? ആ ബാ, അൽത്താഫിൻ്റെ കൊച്ചാപ്പ വന്നാണ്. അടുത്തത് ഷബീർ അലി, മുഹമ്മദ് ബിലാൽ ബിൻ ഷബീർ അലി. അൻഫാൽ ബിൻ നജീബ് സാഹിബ് എവിടെ? വേമ്പ. അത് അടുത്തത് മുഹമ്മദ് സാബിത്ത് ബിൻ കുഞ്ഞു മുഹമ്മദ് സാഹിബ്. കുഞ്ഞു മുഹമ്മദ് സാഹിബ്. ഇന്നാമുൽ ഹസൻ ബിൻ ഷാജഹാൻ, മർഹൂം ഷാജഹാൻ സാഹിബ്. നസീർ സാഹിബ് ഒന്ന് വാങ്ങിച്ച്. നസീർ സാഹിബ് എവിടെ? ആ ഇന്നാമുൽ തന്നെ വാങ്ങിച്ച്. അളിയൻ എവിടെ? ആ ദൈ ബാ വന്ന് വാങ്ങിച്ചോ. ബാ ബാ. ആ മാമായി ഉണ്ടായിരുന്നല്ലേ. അടുത്തത് മുസമ്മിൽ ഇബിൻ അബിൻസ്. അഹമ്മദ് ബിൻ നസീമക്ക. ബാബുക്കുട്ടിക്കാട് മരുമോനാണ്, എല്ലാവരും അറിയാവുന്നയാളാണല്ലോ. മുത്തിയ റഹ്മാൻ ബിൻ നസീർ സാഹിബ്. മുത്തയ്യൻ്റെ അളിയനുണ്ട് അവിടെ. മാമ ആരാ ഉള്ളത്? എവിടെ? ഫിറോസ് മൗലവിയുടെ. മുത്തിയ റഹ്മാൻ വാങ്ങിക്കും.